ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കണ്ണെഴുതാമെന്നാണ്. അപ്പോൾ കണ്ണെഴുതാമെന്ന് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഐലൈനർ വെച്ച് എഴുതുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും നമുക്ക് എഴുതാൻ അറിയുന്നുണ്ടാവില്ലല്ലോ. നമ്മൾ ജസ്റ്റ് എഴുതുക, വായിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കില്ല നമ്മൾ പെർഫെക്റ്റ് രീതിയിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഐലൈനർ വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കണ്ണെഴുതുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ബേസ് പോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മുടെ കണ്ണെഴുതുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ടും അത് ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നോർമലായിട്ടുള്ള ടാൽക്കം പൗഡർ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മേലെയും താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഏതാണോ ഐലൈനർ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അതിന് ശേഷം ആ ഒരു ബ്രഷ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ പെട്ടെന്ന് അത് കുറച്ചും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ബ്രഷ് നന്നായിട്ട് ആ പ്രൊഡക്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം അത്യാവശ്യം കുറച്ച് മാത്രം പ്രൊഡക്റ്റ് എടുത്തിട്ട് ആദ്യം എഴുതും. നമ്മൾ കണ്ണെഴുതുമ്പോൾ ആദ്യം തന്നെ മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ആ ഒരു ബ്രഷ് പിന്നെ പ്രൊഡക്റ്റ് എടുക്കാണ്ട് നമ്മൾ ഇന്നർ കോർണറിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇന്നർ കോർണർ നന്നായിട്ട് തന്നെ എഴുതിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമ്മൾ ഇന്നർ കോർണറിൽ എഴുതാൻ പോയാൽ ചിലപ്പം പ്രൊഡക്റ്റ് അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അത് അത്ര കറക്റ്റായിട്ട് വന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മിഡിൽ പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം ഇന്നർ കോർണറും നമ്മുടെ ഔട്ടർ കോർണറും നന്നായിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമലായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ലൈനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐലൈനർ എഴുതുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്നും അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ മേലെ കൂടെ എഴുതി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനെങ്ങനെയാണ് ഒരു കുഞ്ഞ് വിങ്ങും കൂടെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു താഴത്തെ വാട്ടർ ലൈൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു വിങ്ങ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു വിങ്ങ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ആ ഒരു എന്താ പറയുക കണ്ണിൻ്റെ ഒരു മടക്ക് കാണുന്നില്ല, അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു സ്ലോപ്പ് പോലെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വരച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ വിങ്ങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് കുറച്ചും കൂടെ നന്നായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വിങ്ങ് പൊന്തി പോകാണ്ടിരിക്കാനും താഴാണ്ടിരിക്കാനൊക്കെ ജസ്റ്റ് ഈ ഒരു കാര്യം നോക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ചേരുന്ന രീതിയിൽ നമുക്ക് വിങ്ങ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിങ്ങ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തെറ്റി പോകാത്ത രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു വാട്ടർ ലൈനും അതുപോലെ തന്നെ ആ ഒരു കണ്ണിൻ്റെ മടക്കിൻ്റെ ഇടയിലാവണം നിങ്ങളുടെ ആ ഒരു വിങ്ങ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ആ ഒരു സ്ലോപ്പ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ മാറിപ്പോയില്ലേ, ചിലപ്പോൾ വിങ്ങ് മേലെ ആയിപ്പോവും, ഒരു കണ്ണിൻ്റെ താഴെ ആയിപ്പോവും, അങ്ങനെ വരില്ലേ. അത് മാറ്റാനായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ആ ഒരു രണ്ട് പൊസിഷൻസ് നമ്മൾ ജോയിൻ ചെയ്യണ പോലെ നമ്മുടെ വിങ്ങ് ക്രിയേറ്റ് ചെയ്താൽ അത് നന്നായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ മാത്രം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കാജൽ വെച്ച് എഴുതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇന്നർ കോർണറിലേക്ക് ഇങ്ങനെ കുറച്ച് നീട്ടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുറച്ച് വലിപ്പം തോന്നിക്കാനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഒരു ഷേപ്പ് തോന്നിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എനിക്കിതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്പിൽ കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐലൈനർ വെച്ചിട്ട് 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണെഴുതാമെന്ന്. അപ്പോൾ നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാര അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്നിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ണൊക്കെ എഴുതുന്നവരാണെങ്കിൽ മസ്കാര അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മസ്കാര ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ ആ ഒരു കൺപീലിയിലാക്കി കൊടുത്തതിന് ശേഷം വല്ല ടൂത്ത് ബ്രഷോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഒന്നത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐലാഷസ് നന്നായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നോടൊരു കുട്ടി മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ഒരു കണ്ണ് എഴുതുമ്പോൾ ഐലൈനർ എഴുതുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇടത്തെ കണ്ണ് എഴുതുമ്പോൾ അത്ര നന്നായിട്ട് വരുന്നില്ല, അതിനെന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിപ്പ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അപ്പോൾ താഴെ തന്നെ വെച്ചിട്ടല്ലേ നമ്മൾ ആ കണ്ണ് എഴുതിക്കൊണ്ടിരുന്നത്. കൈ സപ്പോർട്ട് ചെയ്തത് താഴെ തന്നെയായിരുന്നു. പക്ഷേ ഇടത്തെ കണ്ണ് എഴുതുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിരുന്നിട്ട് നമ്മൾ ആ ഒരു പിരികത്തിൻ്റെ മേലേക്ക് എൻ്റെ കൈ കൊണ്ടുപോയിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. ആന എഴുതുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ആ ഒരു കൈ മേലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെരിച്ച് പിടിച്ചിട്ടാണ് ഞാൻ എഴുതാറ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഷേപ്പിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഐലൈനർ വെച്ച് എഴുതുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ആദ്യം എഴുതിക്കൊണ്ടിരുന്നത് ജസ്റ്റ് ഇങ്ങനെ കണ്ണൊക്കെ വലിച്ച് പിടിച്ച് കണ്ണ് അടച്ച് പിടിച്ചിട്ടൊക്കെയാണ് ഐലൈനർ എഴുതിക്കൊണ്ടിരുന്നത്. അതൊക്കെ ആദ്യം നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ എഴുതി കഴിയുമ്പോൾ നമുക്കത് എന്താ പറയുക അതിനകത്ത് നമ്മൾ എക്സ്പേർട്ട് ആയിക്കോളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണ് എഴുതാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സോ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ പറ്റും.